ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഉള്ളിവടയായിട്ടാണ്. അപ്പോൾ പണ്ട് നമ്മൾ ചായക്കടകളിലൊക്കെ കഴിച്ചിരുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ടേസ്റ്റി ഉള്ളിവട ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ പെർഫെക്റ്റ് ഉള്ളിവട എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം ഞാൻ ഈ സവാള വടയ്ക്ക് വേണ്ടിയിട്ട് 3 മീഡിയം സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അധികം വലുതുമല്ല അധികം ചെറുതല്ലാത്ത രീതിയിലുള്ള സവാള നോക്കി 3 എണ്ണം. അപ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണിത്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പം നമ്മൾ ഈ സവാള അരിഞ്ഞെടുക്കുമ്പോൾ കുറച്ച് തിന്നായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിവിടെ അതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വളരെ കനം കുറച്ചിട്ടുള്ള രീതിയിലാണ് ഞാനിത് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഈ സവാള അരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഒരല്പം കായത്തിൻ്റെ പൗഡർ. അപ്പോൾ ഇത് 3 കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു 1/4 ടീസ്പൂൺ കറക്റ്റായിട്ട് നമുക്കിത് മതിയാവും. ഇനി നമുക്കിത് എല്ലാം കൂടി ചേർത്തിട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇതേപോലെ സ്പൂണ് കൊണ്ട് ഒന്ന് പ്രസ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉള്ളി കൂടിക്കെടുക്കണ ഉള്ളിയൊക്കെ ഈ രീതിയിലുള്ള ഉള്ളിയൊക്കെ ഇല്ലേ അതൊക്കെ അങ്ങോട്ട് വിട്ട് വേർതിരിഞ്ഞ് വന്നോളും. അതിനുശേഷം നന്നായിട്ടൊന്ന് ആ സ്പൂൺ വെച്ച് അമർത്തി ഒരു 15 മിനിറ്റ് നേരം നമുക്കിത് മൂടി വെച്ചിട്ട് വെക്കുക. അപ്പോഴേക്കും അതിലുള്ള ആ ഉപ്പും കൊണ്ട് സവാളയിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഒരു 15 മിനിറ്റ് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സവാളയൊക്കെ നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ട, നല്ല നനവോടുകൂടി ഇപ്പോൾ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിലാണ്, ഇപ്പോൾ ഈ സവാളയിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന ഈ വെള്ളത്തിലാണ് നമ്മളിനി ബാക്കി ഇതിനകത്തുള്ള പൊടിയും മറ്റ് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരല്പം എടുത്ത് നമ്മൾ കൈവച്ചൊന്ന് പിഴിഞ്ഞ് നോക്കിയാൽ നമുക്കിത് കാണാൻ പറ്റും അതിൽ നിന്നുള്ള വെള്ളം. അപ്പോൾ ഈ വേറെ വെള്ളം നമ്മളിനി ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പം നമ്മൾ ഉള്ളിയിൽ ഉപ്പ് ചേർത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് എങ്കിലും നമ്മൾ വെച്ചാൽ മാത്രമേ ഉള്ളി ഇതുപോലെ സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ, ഇതേപോലെ വെള്ളമൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആ വെള്ളത്തിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കളറിന് വേണ്ടി മാത്രം ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ്. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 പച്ചമുളകാണ് വട്ടത്തിലരിഞ്ഞത് ചേർക്കുന്നത്. പിന്നെ കൂടെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞത്, പിന്നെ 2 തണ്ട് കറിവേപ്പില അതും ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് വീണ്ടും നമുക്കൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടിയുടെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ അളവും. അപ്പോൾ ഇത്രയും നമ്മൾ ചേർത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എരിവ് നമുക്ക് കിട്ടും. നല്ല എരിവിൽ വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ എന്നുള്ളത് 3/4 ടീസ്പൂൺ വരെ മുളക് പൊടി ആവുക. പച്ചമുളകിൻ്റെ എണ്ണം ഒരെണ്ണവും കൂടി കൂട്ടാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദപ്പൊടിയാണ്. അപ്പോൾ മൈദപ്പൊടിയുടെ അളവെന്ന് പറഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റില്ല. കാരണം ഇതിനകത്തുള്ള വെള്ളത്തിൻ്റെ അളവനുസരിച്ചാണ് മൈദപ്പൊടിയുടെ അളവും വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന സവാളയുടെയൊക്കെ വലിപ്പം അനുസരിച്ചൊക്കെ ഇരിക്കും അതിൻ്റെ ഒരു അളവെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 4 ടീസ്പൂൺ മൈദപ്പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്കിതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കിയതിന് ശേഷം മതി നമ്മൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഇതിനകത്തേക്ക് ഇനി വേറെ വെള്ളമൊന്നും ഒഴിക്കരുത്. ഈ ഉള്ളിയിലുള്ള വെള്ളത്തിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. കാരണം ഇതിനകത്ത് പൊടി എപ്പോഴും കുറഞ്ഞ് നിൽക്കണം. ഉള്ളിവട ആയതുകൊണ്ട് ഉള്ളിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിന്നാൽ മാത്രമേ ഉള്ളിവടക്ക് സ്വാദം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇതിനകത്തേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന മൈദപ്പൊടി 4 ടീസ്പൂൺ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നണം. ഇത്ര മതിയാവും. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ കയ്യിൽ വെച്ചിട്ടാണ് നമ്മളിത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം നമ്മൾ 3 സവാളയിൽ എടുത്തിട്ടുള്ളൂ. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് നന്നായിട്ട് കൈ വെച്ച് ചെയ്യുന്നതിനേക്കാളും ഭംഗിയിൽ നമുക്കിത് കയ്യിൽ വെച്ച് ചെയ്യാൻ പറ്റും. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ കൈ വെച്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ.
അപ്പോൾ നമുക്കിത് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നമുക്കത് ഉരുള പിടിച്ച് നോക്കാം. അപ്പോൾ കയ്യിൽ നമുക്ക് ഒരു നാരങ്ങയുടെ വലുപ്പത്തിലേക്കാളും കുറച്ചും കൂടി വലിയ രീതിയിലുള്ള ഉരുള നമുക്ക് പിടിച്ച് നോക്കാം. ഇപ്പോൾ നമ്മൾ ഉരുള പിടിച്ചിട്ട് കറക്റ്റായിട്ട് തന്നെ അത് ഇങ്ങനെ ചേർന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഉള്ളി ആ മൈദപ്പൊടിയിൽ നന്നായിട്ട് അത് പിടിച്ചിരിക്കണം. അതാണ് മൈദപ്പൊടിയുടെ അളവും കറക്റ്റാണ്. അപ്പോൾ എല്ലാവരും നമുക്കിത് പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ഉള്ളിവട ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കി എടുക്കാട്ടോ. ചില ഉരുള പിടിച്ചെടുക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉരുണ്ട ഷേപ്പിൽ വേണമെങ്കിൽ അല്ലെങ്കിൽ പരന്ന ഷേപ്പിൽ വേണമെങ്കിൽ ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഉള്ളിവട തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു ചട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചാൽ മതിയാവും, കാരണം ഒരു കുഴിയുള്ള ചട്ടി ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ എണ്ണ ചൂടായോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ആദ്യം തന്നെ ഒരു ഉള്ളിയുടെ ഒരു പീസ് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഇട്ട വഴിക്ക് തന്നെ അത് പൊന്തി ഉണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിന് ശേഷം നമുക്കിത് എടുത്തിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മളൊന്ന് കഴിച്ച് നോക്കിയാൽ ഇതിൻ്റെ ഉപ്പും നമുക്ക് കറക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനത് കഴിച്ച് നോക്കിയപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഇതുപോലെ വെള്ളത്തിലൊന്ന് കൈയൊന്ന് നനച്ചതിന് ശേഷം വേണം ഇതുപോലെ മാവ് എടുത്തിട്ട് നമുക്ക് ഉരുളയാക്കി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഉരുളയായിട്ടല്ല ചെയ്യുന്നത്, ഒരു പരിപ്പ് വടയുടെ ഷേപ്പിൽ ഒന്ന് പരത്തിയതിന് ശേഷമാണ് ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇടുമ്പോൾ എണ്ണ കയ്യിൽ തെറിക്കാതെ ശ്രദ്ധയോടുകൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എല്ലാവരും കൂടി അതിനകത്ത് ഒരേ സമയം നമുക്ക് ഇട്ട് കൊടുക്കേണ്ട, ഒരു 3 എണ്ണം 4 എണ്ണം വെച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഏകദേശം നമുക്ക് മറിച്ചിടേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഗോൾഡൻ കളറ് ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ചുവന്ന കളറായിട്ട് വരണം, അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് വെച്ചിരിക്കുന്നത്. ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നെടുത്ത് കോരി മാറ്റാം. അപ്പോൾ ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ, കാരണം ഇത് ഹൈ ഫ്ലെയിമിലോട്ടായി പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കളറ് മാറിപ്പോകും, പക്ഷേ ഉള്ളിൽ കുക്കായിട്ടുണ്ടാവില്ല. അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഇട്ട് കൊടുത്ത 3 എണ്ണവും നമുക്കിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉള്ളിവട തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ അടുത്ത ബാച്ചും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ ഉരുള എടുക്കുമ്പോഴും കൈയൊന്ന് നനച്ചതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത് ഇട്ട ബാച്ചും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ആ ഒരു ചുവന്ന കളറ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതും ഇവിടെ പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതും നമുക്ക് ഇതിൽ നിന്നെടുത്ത് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ ഉപ്പിൻ്റെ കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം, കാരണം ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ആ ഉള്ളിയിലുള്ള വെള്ളം വറ്റും തോറും അതിനകത്ത് ആ ഉപ്പ് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനത് എടുത്തെടുത്ത് പറയുന്നത്. അപ്പം നമ്മൾ 3 സവാളയും കൊണ്ട് 7 ഉള്ളിവട ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. പുറം നല്ല ക്രിസ്പി ആയിട്ടാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റും നല്ല പെർഫെക്റ്റ് ടേസ്റ്റി ഉള്ളിവടയാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഉപ്പാണ്, കറക്റ്റ് എരിവ്, ആ കായത്തിൻ്റെ ഒരു ഫ്ലേവർ എല്ലാം കൊണ്ട് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഉള്ളിവട ഇവിടെ തയ്യാറാക്കി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.